എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാനിയുടെ 20ാമത്തെ ഘടകമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. എന്നാൽ 19 വരെ കറക്റ്റായിട്ട് ലഭിച്ചിട്ടുള്ള കർഷകർക്ക് ഈ പ്രാവശ്യത്തെ 20ാമത്തെ ഘടകം നിരവധി ആൾക്കാർക്ക് മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാനായിട്ട് ഒരു നിയമം വന്നിരുന്നു. അപ്പോൾ ഈ 19-20 ഘടകത്തിന്റെ ഇടയ്ക്കായിരുന്നു മെയ് മാസം മുതലാണ് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാൻ കൃഷി ഓഫീസിലൊക്കെ ആരംഭിച്ചത്. അപ്പോൾ പലരുടെയും കരമടച്ച രസീതിനകത്ത് ഒന്നിലധികം ആൾക്കാരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അതെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം 20ാമത്തെ ഘടകം മുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചെങ്കിൽ അത് മിസ്മാച്ചിലേക്ക് പോകും. മിസ്മാച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഘടകം ഇന്നെലിജിബിലിറ്റിയാണ് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റവന്യൂ റെക്കോർഡ്സിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ മാത്രമേ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഫാർമർ രജിസ്ട്രേഷൻ ID എടുത്തിട്ടുള്ള നിരവധി ആൾക്കാർക്ക് 20ാമത്തെ ഘടകം മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് അത് എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് അത് കറക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ആ മുടങ്ങിയ 20ാമത്തെ ഘടകം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ അങ്ങോട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. സൈറ്റുകളെല്ലാം തിരക്കാണ്. കാരണം ഇതൊക്കെ അവസാന സമയങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാനായിട്ട് നമുക്ക് നല്ല സമയം വേണ്ടി വരുന്നതാണ്. കാരണം OTP വരാത്ത സാഹചര്യങ്ങളുണ്ട്, സൈൻ ചെയ്യാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കുന്ന സമയത്ത് നമുക്ക് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും എത്രയും വേഗം നിങ്ങൾക്ക് ഇത് എടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും വേഗം തന്നെ എടുക്കുക. ഒരു പക്ഷേ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സൈറ്റ് നമുക്ക് പ്രവർത്തിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്നും എടുക്കാൻ മേലാതെ വരും. ഈ ഇത്തവണ ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാത്തവർക്ക് 21ാമത്തെ ഘടകം ലഭിക്കില്ല. അതുപോലെ തന്നെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരേ അഡ്രസ്സിൽ തന്നെയാണ് PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നതെങ്കിൽ നിങ്ങളത് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ആരാണ് സറണ്ടർ ആകേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ആ ആളെ സറണ്ടർ ആക്കിയിട്ട് ഒരാൾ മാത്രം ആ വീട്ടിൽ PM കിസാൻ സമ്മാൻ നിധി വാങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം PM കിസാൻ സമ്മാനിന്റെ പുതിയ റൂൾ പ്രകാരം ഒരു വീട്ടിൽ ഒരേ അഡ്രസ്സിൽ 2 പേര് PM കിസാൻ സമ്മാൻ നിധി വാങ്ങാൻ സാധിക്കില്ല. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഓണമാസ ക്ഷേമ പെൻഷൻ വിതരണം 3200 രൂപ 25 മുതൽ വിതരണം ആരംഭിക്കുമെന്നുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അതിനായിട്ടുള്ള തുകകളെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ 25-ാം തീയതി മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണമൊക്കെ മുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെയും എത്രയും വേഗം നിങ്ങളുടെ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.